ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറേ ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ട്, ഒരാഴ്ചയുടെ മേലായി ലോങ് വീഡിയോ ഇട്ടിട്ട്. വീഡിയോ എഡിറ്റ് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ കുറേ കാര്യങ്ങളങ്ങനെ ആയിപ്പോയിട്ടുണ്ട്, ലേറ്റായത്. അപ്പോൾ ഇതൊരു മോർണിംഗ് വ്ളോഗാണ്. അപ്പോൾ മക്കൾസിനൊക്കെ സ്കൂൾ കൂടിച്ചാണിട്ടുള്ളത്. അപ്പോൾ അച്ഛന് മാത്രം പോയാൽ മതി. അപ്പോൾ രാവിലെ തന്നെ ഇതാ കുക്കിംഗ് തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നമ്മുടെ സൂര്യൻ ചേട്ടൻ പെട്ടെന്ന് വരും കേട്ടോ. ഒരു 5:30 സമയമാണ്. നല്ലപോലെ വെയിലുണ്ട് പുറത്ത്. വെയിലില്ല, നല്ലപോലെ വെളി വന്നു. സൂര്യൻ ചേട്ടൻ വന്നില്ല കേട്ടോ. അപ്പോൾ തലേന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു. അത് ആ കാണുന്ന പോസ്റ്റിലെ കമ്പിൽ എപ്പോഴും രാവിലെയും വൈകുന്നേരം ആകുമ്പോൾ കിളികൾ വരും കേട്ടോ. ഇപ്പോൾ ഇതാ കിളികൾ വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. വൈകുന്നേരവും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴും അവിടെ നിറച്ചും കിളികളായിരിക്കും. അപ്പോൾ അതിനോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് ഇതാ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയുടെ മാവ് ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നല്ലപോലെ ആ ഒരു ചൂടിൽ അതങ്ങ് പൊങ്ങിക്കിട്ടുള്ളൂ. അല്ലെങ്കിലും പൊങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു ചൂട് പൊങ്ങിക്കോട്ടെ എന്നതിൽ ഞാൻ അതിൽ തന്നെ വെക്കും കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയുടെ മാവ് ഞാൻ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ സാമ്പാർ വെക്കാനാണ് വിചാരിക്കുന്നത്. കുറച്ച് സാമ്പാർ, ചോറിന് സാമ്പാറൊന്നും വേണ്ട. അപ്പോൾ ഇന്നലെ ബിരിയാണി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ട് ഏട്ടന് കൊണ്ടുപോകാൻ. അപ്പോൾ സാമ്പാറിന് ഇതാ പരിപ്പ് കഴുകിയിരുന്നുണ്ട്. പിന്നെ പരിപ്പ് നമ്മുടെ ഫേവററ്റ് സാധനം നമ്മുടെ മത്തൻ കുമ്പളങ്ങയാണ്. പംകിന് എല്ലാവരും ഇടുന്നുണ്ടാവുമല്ലോ ഇത് സാമ്പാർ വെക്കുമ്പോൾ. പക്ഷേ എനിക്കിത് ഫസ്റ്റ് പരിപ്പിൻ്റെ കൂടെ വേവിച്ചെടുക്കാനായിട്ടോ ഇഷ്ടം. അപ്പോൾ നല്ല കൊഴുപ്പ് കിട്ടുമല്ലോ. ഇത് നല്ല വെന്തടിഞ്ഞ് അതിൻ്റെ കൊഴുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സാമ്പാർ വെക്കുമ്പോഴേ എപ്പോഴും ഇടാറ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല കൊഴുപ്പുണ്ടാവും. അപ്പോൾ വോയിസ് കൊടുക്കുമ്പം ഇങ്ങനെ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. ഇപ്പോൾ ഇത് സ്കൂട്ടർ പോയ സൗണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ പരിപ്പൊക്കെ വെച്ചു. ബാക്കി പച്ചക്കറിയൊക്കെ മുറിച്ച് വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ കരുതുന്ന ഇഡ്ഡലി പെട്ടെന്ന് അടുപ്പിൽ വെക്കാം. അല്ലെങ്കിൽ പിന്നെ അത് ഇഡ്ഡലി നമുക്ക് സാമ്പാറാകുമ്പോഴേക്കും അത് തണുത്ത് ഇളകി വരത്തില്ല. അങ്ങനെ ഞാൻ ഇഡ്ഡലിയുടെ തട്ടിലേക്ക് മാവ് ഒഴിക്കുന്നുണ്ട്. മക്കൾസൊക്കെ നല്ല ഉറക്കമാണ്. 9 മണി ആവാണ്ട് അവരെ നോക്കുകയോ വേണ്ട. സ്കൂളില്ലാത്തതുകൊണ്ട് 9 മണിക്ക് എണീറ്റ് 10 മണിക്ക് ചായയും 3 മണിക്ക് ചോറൊക്കെയാണ് അവരെ പരിപാടി ഇപ്പോൾ. അപ്പോൾ ഇതാ സാമ്പാറിൻ്റെ പരിപ്പ് ഞാനൊരു കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. എന്താ ഞാനതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ശരിക്കും ഇവിടെ വെക്കേഷൻ ടൈമാണ്. ഒരുവിധം കമ്പനികളൊക്കെ ക്ലോസ് ചെയ്യും. നാട്ടിൽ പോകുന്നവർക്കൊക്കെ നാട്ടിൽ പോകാൻ. ഞങ്ങൾ ഇപ്രാവശ്യം നാട്ടിൽ പോയില്ല. സാധാരണ ഇവിടുത്തെ ആൾക്കാരും നാട്ടിൽ പോകുന്നത് ഈ ഒരു ടൈമിലാണ് കേട്ടോ. നവംബർ ലാസ്റ്റോട്ട് ലീവ് കിട്ടി നമുക്ക് ജനുവരി സെക്കൻഡ് വീക്കിലൊക്കെ സ്കൂളൊക്കെ തുറക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ 2 മാസത്തിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ലീവ് ഉണ്ടാവും നാട്ടിൽ പോവുകയാണെങ്കിൽ. അപ്പോൾ ഒരുവിധം മലയാളികളൊക്കെ നാട്ടിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ, നാട്ടിലൊന്നും പോവാതെ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. കുറേ ദിവസം വീഡിയോ എഡിറ്റ് ചെയ്യാതെ മടി പിടിച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് ഫോണിലൊക്കെ മെമ്മറി ഫുള്ളായി. അങ്ങനെ കുറേ കാര്യങ്ങളായിട്ടൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നല്ല ചൂടാണ് കേട്ടോ ഇവിടെ. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരാഴ്ചയായിട്ട് മഴയാണ്. ഇത് ഞാൻ ഒരു 2 ആഴ്ച മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് മഴയാണ് കേട്ടോ. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലേ ഇല്ല. അലക്കിയ തുണിയൊക്കെ ഉണങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അത് ഞാൻ അകത്തും പുറത്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തു. കാര്യം പറയുന്നതിനിടയ്ക്ക് അതൊക്കെ കഴിഞ്ഞു കേട്ടോ. വെജിറ്റബിൾ കട്ട് ചെയ്തു. ഉള്ളിയും പച്ചമുളകും പിന്നെ അതൊക്കെ ഇട്ടിട്ട് ഞാനിതാ മസാലപ്പൊടികളൊക്കെ ചേർത്തിനാണ് കേട്ടോ ഞാൻ പിന്നെ കുക്കറിൽ ബാക്കി പച്ചക്കറിയൊക്കെ വേവിക്കാറ്. അങ്ങനെ എൻ്റെ സാമ്പാറൊക്കെ ആയിട്ടോ. അപ്പോൾ സാമ്പാർ ആയൻ്റെ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി. അതിനിടയ്ക്ക് ഏട്ടന് ഞാൻ ചോറ് വിളമ്പുവാണ്. അപ്പോൾ രാത്രിയാണ് കേട്ടോ ബിരിയാണി വെച്ചത്. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഏട്ടന് പാത്രത്തിലാക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടനെ എടുത്ത് വെച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കാമെന്ന് വിചാരിക്കും കേട്ടോ. രാത്രി അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും രാവിലെ തന്നെ വെക്കണം കേട്ടോ. ചൂടായതുകൊണ്ട് പെട്ടെന്ന് മോശമാകുന്നുണ്ട് സാധനങ്ങളൊക്കെ. അങ്ങനെ ഞാനിതാ പാത്രത്തിൽ ബിരിയാണി വിളമ്പി. പിന്നെ സലാഡ് ഇന്നലെ ആക്കിയ കുറച്ച് സലാഡ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ ഏട്ടന് വിളമ്പുന്നുണ്ട്. പിന്നെ അത് 2 മാത്രം മതി കേട്ടോ. ചമ്മന്തിയൊക്കെ ഇന്നലെ അരച്ചായിരുന്നു, അതൊക്കെ തീർന്നായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ അരക്കാനൊന്നും പോയില്ല. കുറച്ച് സലാഡ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒപ്പിച്ചു. പിന്നെ ഞാൻ വേറെ മുറിക്കാനൊന്നും പോയില്ല കേട്ടോ. ഇന്നലെ മുറിച്ച് തന്നെ എടുത്തു. അങ്ങനെ സലാഡും പാക്ക് ചെയ്തു. എൻ്റെ ഏട്ടൻ്റെ ലഞ്ച് പാക്കിങ് കഴിഞ്ഞു. പിന്നെ കുപ്പിയിൽ വെള്ളം ഒഴിക്കണം. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ ആ സമയം കൊണ്ട് എൻ്റെ സാമ്പാറൊക്കെ ആയിട്ടോ. സാമ്പാറായി. ഇഡ്ഡലി ഞാൻ എടുത്തു വെച്ചു. ഏട്ടൻ കഴിച്ചിട്ട് പോയട്ടോ. പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, എല്ലാ ദിവസവും പോലെ. പിന്നെ മക്കൾ എണീറ്റ് കഴിഞ്ഞാൽ അവരുടെ കൂടെയുള്ള യുദ്ധം തുടങ്ങുക. അതുകൊണ്ട് തന്നെയാണ് ഒന്നാമത് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാത്തത് കേട്ടോ. അവരെ ലേറ്റായിട്ട് എണീക്കും. ഇപ്പോൾ ജോലികളൊക്കെ ലേറ്റായിട്ടാണ് തീരുന്നത്. അപ്പം ബാക്കി ഇഡ്ഡലി ഞാൻ കാസ്ട്രോളിലേക്ക് മാറ്റിയിടുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് നാളെ കാണാം കേട്ടോ. കുറച്ച് വീഡിയോ എടുത്തു വെച്ചിട്ടൊക്കെ ഉണ്ട്, ഒന്ന് പുറത്ത് പോയതും കാര്യങ്ങളൊക്കെ 2-3 വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ അടിപൊളി സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നുണ്ട്. ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ ആണ്, ഡേ ഇൻ മൈ ലൈഫോ ഡേ ഇൻ മൈ മോർണിംഗ് എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ആഫ്റ്റർ മോർണിംഗിലെ വീഡിയോസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ മക്കൾസൊക്കെ ഉള്ളൊരു ആഫ്റ്റർ മോർണിംഗ് ഒരു വീഡിയോ ഞാൻ എടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ലവ് യു, ടാറ്റാ, ബൈ, സീ യു.